ആളുകൾക്ക് നേരിട്ട് ചെലവ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ സത്യ റിപ്പോർട്ടുകൾ എത്താൻ വേണ്ടി അതിന് വേണ്ടി ഒരു വിങ് തന്നെ ഞങ്ങൾ അതിന്റെ ഒരു മെയിൻ പ്രവർത്തകനാണ് ആ ക്യാമറ പിടിച്ച് നിൽക്കുന്ന സുലൈമാൻ ചവറുകൾ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 15ഉം 10ഉം 8ഉം ഇങ്ങനെ ആളുകൾ ദിക്ർ ഹൽക്കയ്ക്ക് 15 ദിവസം മുമ്പ് 4-5 ദിവസം ഇത് തന്നെ ഉണ്ടാവും, ഈ ഇൻക്വയറി തന്നെ. അതിന് 2-3,000 രൂപ ചെലവാക്കേണ്ടി വരും എല്ലാ മാസത്തിലും. എന്നാലും ശരിക്കുള്ള റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടുകൾ വന്നാൽ പലരും പേര് ചികിത്സ കല്യാണത്തിന് വേണ്ടി 500, 1000, 2000, 3000 എല്ലാം കണക്കാക്കി കടം വാങ്ങി കവറുകളിലൊക്കെ നിക്ഷേപിച്ച് അരി മില്ലിൽ നിന്ന് ഓർഡർ ചെയ്ത് ഡയാലിസിന്റെ പൈസ എനിക്ക് 1.5 ലക്ഷം ഉറുപ്പിന്റെ റിലീഫ് ഞങ്ങൾ ഒരുക്കി വെക്കണം ദിക്ർ ഹൽക്കക്ക്. എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെ 3ാമത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് മൽജയിൽ ദിക്ർ ഹൽക്ക നടക്കുന്നത്. അത് നമസ്കാരം കഴിഞ്ഞ് മഗ്‌രിബ് വരെ ഉത്ബോധന പ്രസംഗം ഉണ്ടാവും. മഗ്‌രിബ് കഴിഞ്ഞാൽ ഉടനെ എല്ലാ ആളുകളും മഗ്‌രിബിന് തന്നെ വന്നെത്തും. മഗ്‌രിബ് കഴിഞ്ഞാൽ ഉടനെ ദിക്ർ ആരംഭിക്കും. അബ്ദുനെ പോലെയുള്ള നാപ്പുക്കിൽ നിന്നും കൊടകിൽ നിന്നും മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. ആ ദിക്ർ ഹൽക്കക്ക് അവിടെ വന്നവർ അത് നിക്ഷേപിച്ച് അന്ന് ആ ദിക്ർ ഹൽക്ക കഴിഞ്ഞ് ദുആക്ക് മുമ്പായി അത് വിതരണം ചെയ്യും. അതിന്റെ കടമ്പുകളോ ഈ ബക്കറ്റുകളിലും പഞ്ചസാര എല്ലാം കൊണ്ടുപോയി ഒരു 15 കിൻഡൽ പഞ്ചസാര അതിനെ കൊണ്ടുപോയി അവിടെ അതിന്റെ ഒരു കടയുണ്ട്, അവിടെ കൊടുക്കും. അവിടുന്ന് അതിന്റെ കടമ്പോടും ക്യാൻറ്റീന്റെ സാധനം കൊണ്ടുവരും. സാധനത്തിന്റെ പകരം പഞ്ചസാര കൊടുക്കും. കുറെ കോഴികൾ ആടുകൾക്ക് ഉണ്ടാവും. അതിന്റെ ലേലം പിടിച്ച് പൈസ എടുത്ത് പിറ്റേന്ന് അരിന്റെ കടമ വീഴണം, മറ്റുള്ള കവറിൽ നിറച്ച് കടം വീഴണം. പിന്നെ കുറച്ച് ചെലവ് നമ്മൾ മദ്രസക്കും. സഹോദരങ്ങൾ, ഇന്ന് വരെ മൽജയിൽ വരെ ഒരു റിസീവർ ഇല്ല. അതിന് പ്രത്യേകമായ സ്ഥലത്തുനിന്ന് പൈസ പിരിക്കലില്ല. എല്ലാം അവിടെ വരുന്ന നേർച്ചകളാണ്. 3ഓളം ഏക്കർ സ്ഥലം 78 ലക്ഷം രൂപക്ക് ഞങ്ങൾ വാങ്ങി. ഇന്നലെ വരെ വലിയ ഭാരിച്ച കടകൾ ഉണ്ടായിരുന്നു. ഇന്ന് വെറും 8 ലക്ഷം റുപ്യ കട മാത്രമേ സ്ഥലത്തിന്റെ വിഷയത്തിലുള്ളൂ. ഇപ്പൊ അൽഹംദുലില്ലാഹ് വലിയ കടങ്ങളൊന്നുമില്ല. ഇപ്പൊ വലിയൊരു ഉത്തരവാദിത്തം അവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് ദിക്ർ ഹൽക്കക്ക് 1,000, 2,000 ആളുകൾ വരുന്നു. വെറും ആണുങ്ങൾ മാത്രം. വന്നവർക്ക് ശരിക്കും മര്യാദയ്ക്ക് ദിക്ർ ചെല്ലാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. ഒരു ഓലപ്പന്തലിനിടയിൽ മഴ വന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടിയിലൂടെ വെള്ളം ഒഴിച്ചു പോകുന്ന ഒരു ദയനീയമായ രംഗമാണ് സഹോദരങ്ങളെ. അതിനൊരു ശാശ്വതമായ പരിഹാരം എന്നോണം 90-165 വിസ്തീർണത്തിൽ ഒരു ദിക്റിന്റെ ഹാളിന്റെ പണി നടക്കുന്നു. 45-50 ലക്ഷം രൂപ അതിന് ചെലവരും. 10 ലക്ഷം റുപ്യന്റെ പണി കഴിഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളോട് ഈ സ്ഥലത്തിൽ വെച്ച് 1000 തരുമ്പോ 10,000 തരുമ്പോ ഒന്നൊരു പിരിവ് നടത്താൻ വേണ്ടിയല്ല. അതിന്റെ പുറമെ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങൾ മരിച്ചു കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലം, കുറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിവുള്ള ആളെല്ലാം ഇത് അള്ളിയാണെന്ന് പറഞ്ഞ് പുറത്തു പോയി. പാവപ്പെട്ടവർക്ക് പിന്നെ അള്ളിയും ടൗണെല്ലാം കണക്ക്, അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. അവർ ബാക്കിയായി നോക്കുമ്പോൾ 60 ആള് പുരണ്ട സ്ഥാനത്ത് 12 ആളെത്തിയാൽ അത് തന്നെ കൂലിപ്പണിക്കാരും പാവപ്പെട്ടവരുമായാൽ പണി നടത്താൻ കഴിയില്ല. ഞങ്ങൾ പോയി നോക്കുമ്പോൾ ദയനീയമായ അവസ്ഥ. എത്ര ആളോ? 2 ആൾ വേണം. ഒരാൾക്ക് 6,000, ഒരാൾക്ക് 11,000 റുപ്യ വേണം. അതിന്റെ എല്ലാ ചില 12-13,000 റുപ്യ മാസത്തിൽ ചെലവ് വരും. തവക്കുലാക്കി അതും ഏറ്റെടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ. 2 ലക്ഷം റുപ്യ വരെ എല്ലാ മാസവും അവിടെ ചെലവ് വരുന്നുണ്ട്. അത് അൽഹംദുലില്ലാഹ് അവിടെ നേർച്ച വന്നിട്ട് അത് പൂർത്തിയാകുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അതിനുവേണ്ടി നിങ്ങളോട് പൈസ ചോദിക്കാനല്ല. ഒരുപാട് നമ്മളെ പ്രവർത്തകന്മാർ നേർച്ചാക്കിയിട്ടും വിളിച്ചിട്ടും പരിഹാരം ചോദിച്ചും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഉസ്താദേ ഞങ്ങൾക്ക് നിങ്ങളെ മരിച്ചതിന്റെ ദിക്ർ 3-ാം വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ നാട്ടിൽ വരുന്നത് ഞങ്ങൾ ലീവ് നോക്കിയിട്ടാണ്. ഞങ്ങൾ ലീവ് നിങ്ങൾ ദിക്റിന്റെ ഡേറ്റും തമ്മിൽ ഒത്തു വരുന്നില്ല. അതുകൊണ്ട് ഒരു ദിക്ർ മജ്‌ലിസ് മൽജയിന്റെ പേരിൽ ഒരു ദിക്റും സലാത്തും ഇവിടെ ബാംഗ്ലൂരിൽ വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ ഒരു ദിക്റും സലാത്തും സ്ഥാപിക്കാൻ എത്തിയിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രവർത്തനം സജീവമാക്കാൻ, എല്ലാ ആളുകളിലേക്കും ഇതിന്റെ ആശയം എത്തിക്കാൻ, പ്രചരണം എത്തിക്കാൻ ഒരു സെൻട്രൽ കമ്മിറ്റിയും ഇവിടെ നിലവിൽ വന്ന് അൽഹംദുലില്ലാഹ് ഇത് നിങ്ങളുടെ കയ്യിലാണ് മൽജ ഉള്ളത്. സഹോദരങ്ങളെ 3 കൊല്ലം ഞങ്ങളിതിന് നടത്തി. ഇനി അവിടുത്തെ നടത്തിപ്പ് നിങ്ങളെ കഴിയുന്നല്ലേ അർത്ഥം? എങ്ങനെയെങ്കിലും സഹോദരങ്ങളെ പിടിച്ചു നിന്നു 3.5 കൊല്ലം. ഇനി അൽഹംദുലില്ലാഹ് അല്ലാഹു ഇതിനെ വികസിപ്പിക്കട്ടെ, വലുതാക്കി തരട്ടെ. നിങ്ങളും കൂടി ഉത്തരവാദിത്വം, ഒരു ചെറിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. എന്താണ് ആ ഉത്തരവാദിത്വം? ഇതിനെ പ്രചരിപ്പിക്കുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, സമ്പത്തും പൈസയും അല്ലാഹു തരും. ഒരാളോട് ചോദിക്കാതെ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്തപ്പോൾ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂചിപ്പിക്കുന്ന, എന്റെ വഴിയിൽ ആരാണോ കഠിനാധ്വാനം ചെയ്യുന്നത് അവന്റെ വഴികളെ നമ്മൾ തുറന്നു കൊടുക്കുമെന്ന ആയത്ത് നമ്മൾ പഴയ കാലത്ത് ദർസിൽ ഓതുമ്പോഴാണ് അതിന്റെ അർത്ഥം വെച്ച് പഠിച്ചതെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പൂർണ്ണമായും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സഹോദരങ്ങളെ, മൽജയിന്റെ പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് നോക്കിയാൽ ആളില്ല, മുന്നോട്ട് നോക്കിയാൽ ആളില്ല, മേലെ നോക്കിയാലും താഴെ നോക്കിയാലും ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ ഇല്ലായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ മേലെ തവക്കുൽ ചെയ്തുകൊണ്ട് 26 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ
കൊടുക്കുമ്പോൾ 3.5 ലക്ഷം റുപ്യ നേർച്ച വന്നതിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഈ 3.5 ലക്ഷം രൂപ കൊടുത്താൽ 11,70,000 റുപ്യ പകുതി കടം വീടാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. 1.5 കൊല്ലം വരെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ കാത്തിരിക്കേണ്ടി വന്നു. സഹോദരങ്ങൾ, അതിന് ശേഷം പല പ്രതിസന്ധി ഘട്ടങ്ങളും വന്നു. പല സ്ത്രീകൾക്ക്, സ്റ്റുഡന്റ് വിദ്യാർത്ഥിനികൾക്ക് അവിടെ വാസ്റ്ററുകൾ നിർമ്മിക്കാൻ നമ്മുടെ സ്ഥലത്തിനടുത്ത് സ്ഥലം വാങ്ങാൻ വന്നു. സഹോദരങ്ങൾ, ഇതിന്റെ തന്നെ 8 ലക്ഷം രൂപ കടമുള്ളപ്പോൾ 25.5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് 45 സെന്റ് സ്ഥലം നമ്മൾക്ക് വാങ്ങാൻ സാധ്യമല്ലായിരുന്നു. വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ അവിടെ ലേഡീസ് ഹോസ്റ്റൽ വരുമായിരുന്നു. വന്നിരുന്നുവെങ്കിൽ 26 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പോകണമായിരുന്നു. കോളേജിൽ പോകുന്ന പെൺകുട്ടികളെ നിങ്ങൾക്കറിയാലോ, നമ്മൾ നടുവിൽ 26 സെന്റ് 45 സെന്റിൽ വരെ തർക്കത്തു. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ശരിക്കും റോഡുമില്ല. 26 സെന്റ് സ്ഥലത്ത് നമ്മൾ എനിക്കടിക്കല് നമുക്ക് വരാൻ റോഡില്ല. അവർ അവിടെ തടയും, തുള്ളും, ഞങ്ങൾ നടുവിൽ ബാക്കിയാവും. നമ്മൾ അവസാനം എന്ത് ചെയ്യും? ലേഡീസ് ഹോസ്റ്റലിന് സ്ഥലം കൊടുത്തിട്ട് പോകേണ്ടി വരും. അന്നാണ് NP അബൂബക്കർ സാഹിബ് അവിടെ വരുന്നത്. ആ 45 സെന്റ് സ്ഥലം, 48 സെന്റ് സ്ഥലം 5.5 ലക്ഷം രൂപക്ക് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സഹോദരങ്ങൾ അതിൽ കൈയിട്ടു. അതിനുശേഷം വേറെ ഒരു 1.5 ഏക്കർ സ്ഥലം പബ്, ബാർ. നിങ്ങൾക്കറിയാം, ഉജിര എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ, 3ഓളം വലിയ വലിയ വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ മേലാളന്മാർ നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുള്ള രാജ്യമാണ് ഉജിര. യൂണിവേഴ്സിറ്റിയുള്ള രാജ്യമാണ്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ വരാൻ പോകുന്നു. അവിടേക്ക് ട്രെയിനുകൾ മംഗലാപുരത്ത് നിന്ന് നേരിട്ട് വരാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് രോഗികളെ, വലിയ വലിയ VIP പേഷ്യന്റുകളെ നേരിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഹെലിപ്പാഡുകൾ നിർമ്മിക്കാൻ ട്രെയിനുകളിലും ഹെലികോപ്റ്ററുകളിലും രോഗികൾ എത്തിക്കാനുള്ള പദ്ധതി നടത്തിച്ചുകൊണ്ടിരിക്കുകയും അറിയാം. അവിടെയുള്ള മറ്റേ വീരേന്ദ്രകളെ അവരുമായുള്ള വിഷയങ്ങൾ സഹോദരങ്ങളെ, അതിനിടയ്ക്കാണ് ഞങ്ങളുള്ളത്. അവിടെ ഒരു ഗ്യാസ് പമ്പില്ല. ഗ്യാസ് പമ്പ് ഉണ്ടാക്കണം, ഒരു പബ് ഉണ്ടാക്കണം. പബ് നമുക്ക് ഫസ്റ്റ് പബ് എന്ന് പറഞ്ഞാൽ എന്തും തിരിഞ്ഞില്ല. വലിയ ബ്രോക്കർ പേര് എന്താ ഈ പബ് അപ്പൊ ശരിക്കും വിശദീകരിച്ചു. അപ്പൊ പറഞ്ഞ് പറയണ്ട. അതിന്റെ ചെറിയൊരു സാമ്പിളിനാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ട് ആ സ്ഥലം വാങ്ങിയത്. അതിനേക്കാൾ വലിയൊരു കൊണ്ടാണ് ഇപ്പുറത്ത് വരാൻ പോകുന്നത് പബ്. പബ് എന്നാ പിന്നെ നമുക്ക് ഇരിക്കാൻ കഴിയും. അവനും കൊടുത്ത 5,000 റുപ്യ അതിന്റെ ബ്രോക്കറിന് 5,000 അഡ്വാൻസ് കൊടുത്തിട്ട് കഴിയട്ടെ. അങ്ങനെ 78 ലക്ഷം രൂപയിൽ 70 ലക്ഷം രൂപയും കടായിരുന്നു. അതിന്റെ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നിങ്ങൾ ചിലപ്പോൾ ദിക്റിന് വരും, വന്നിട്ട് അവിടെ ഉസ്താദ് ഇതാ മരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വെറും ഒരു ഷെഡിലാണ് ഞങ്ങളുടെ പ്രവർത്തനം 3.5 കൊല്ലം ഞങ്ങൾ നടത്തിയത്. ഇത്ര സമയം നമ്മൾ 78 ലക്ഷം റുപ്യന്റെ കടം വീടലാണ്. കാരണം വരുന്നത് റിലീഫ് നടത്തിയിട്ട് അവസാനം 25,000 രൂപ ബാക്കിയാവും. ചിലപ്പോ 10,000 രൂപ ബാക്കിയാവും. ചിലപ്പോ 4 ഗ്രൂപ്പിന് ഒന്നിച്ച് 4 പവന് കൊടുക്കാനുണ്ട്. ഇപ്പൊ ഒരു 4 പവന് കൊടുക്കാൻ എത്ര വില വേണം? 80,000 റുപ്യന്നെ 1 ലക്ഷം റുപ്യ വേണം 4 പവന് കൊടുക്കാൻ. അപ്പൊ ചിലപ്പോ റിലീഫിന് വേണ്ടി കടം വാങ്ങേണ്ടി വരും. നേർച്ച കൊണ്ട് മതിയാവൂല. പിന്നെ ഇവിടെ സ്ഥലത്തിന്റെ കടം വാങ്ങാൻ കിട്ടൂല. ഇപ്പോഴും 8 ലക്ഷം റുപ്യ കടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അൽഹംദുലില്ലാ, ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രവർത്തകന്മാർക്ക് ഈ 78 ലക്ഷം റുപ്യയിൽ കൂടുതലും 70 ലക്ഷം രൂപയും കടം വീടാനുള്ള വഴി അള്ളാഹു തുറന്നു തന്നു. എങ്ങനെയെന്ന് ചിന്തിച്ചാൽ എനിക്ക് എന്നെ പിടുത്തം കിട്ടുന്നില്ല. എവിടെ നിന്നാണ് ഈ കടം വീടിയത്? അൽഹംദുലില്ലാ, അള്ളാഹു വലിയ കാവലാണ് നമ്മളെ കാത്തത്. എല്ലാ സ്ഥലങ്ങളും റിക്കാർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ 26 സെന്റ് സ്ഥലം റിക്കാർഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. ട്രസ്റ്റ് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ജനകീയമായ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. നിങ്ങളൊക്കെയും ഇതിന്റെ പിന്നിൽ മൽജയിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം. നിങ്ങളോട് ഞാൻ പറയട്ടെ, മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയൊരു കഥ പറയുന്ന ഒരു സിമ്പിൾ കഥ. എന്താണ് കഥ? ഒരു സഹോദരൻ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടു പോകുന്നു. ആ സമയത്ത് ആകാശത്തിൽ ഒരു അനൗൺസ് കേൾക്കുന്നു, ഇസ്തി ഹദീഖത ഫുലാൻ. ഒരു അനൗൺസ്, ആളെ കാണുന്നില്ല. ഇയാൾ അന്തം വിട്ടു. എന്ത് പറയുന്നത്? ഇസ്തി ഹദീഖത ഫുലാൻ. ഇന്നവന്റെ തോട്ടം, അവന്റെ പേര് പറഞ്ഞിട്ട്, അയാളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു, അയാളുടെ തോട്ടം നിങ്ങൾ നനപ്പിക്കണം, വെള്ളം കൊടുക്കണം. ആളൊന്നും കാണില്ല. കുറച്ച് കഴിയുമ്പോൾ ദൂരത്തുള്ള എല്ലാ മേഘങ്ങളും ഒലിച്ചോടി ഒരു സ്പെഷ്യൽ മഴ. അന്ന് മഴക്കാലല്ല. മഴക്കാലമല്ലാത്ത കാലഘട്ടത്തിൽ ദൂരത്തുള്ള എല്ലാ മേഘങ്ങളും ഒന്നായി ഒരു സ്ഥലത്തേക്ക് മാത്രം ഒരു മഴ. ആ മഴത്തുള്ളി ഒരു തുള്ളി വെള്ളം പോലും നശിക്കാതെ, വെറുതെയാകാതെ ഒരു തോട്, തനിയെ ഒരു തോട് കീറുന്ന ഒരു ചാലി. ആ വന്ന വെള്ളം മുഴുവനും ആ ചാലിലൂടെ പോകുന്നു. ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഇയാൾക്ക് അത്ഭുതമായി. ഇയാൾ ആ വെള്ളത്തിന്റെ പിന്നാലെ നടന്നു. കുറെ
എത്തിയപ്പോൾ വിശാലമായൊരു തോട്ടത്തിന്റെ മെയിൻ കവാടത്തിന് മുന്നിൽ ആ തോട്ടത്തിന്റെ മുതലാളി ഇങ്ങനെ കാത്തിരിക്കുന്നു. വെള്ളം വന്ന ഉടനെ ആ വെള്ളം മുഴുവനും തോട്ടത്തിന്റെ ഉള്ളിലേക്ക് അയാൾ തന്റെ കയ്യിലുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് വെള്ളം മുഴുവനും തോട്ടത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഒരൊറ്റ തുള്ളി വെള്ളം പോലും വെറുതെയായില്ല. ഇയാൾക്ക് അനുഭൂതി ഇതെന്ത് ചെയ്യാം? ഒരു അനൗൺസിൽ മഴ വരുന്നു, ഒരാൾ തോട്ടത്തിലേക്ക് മാത്രം വെള്ളം പോകുന്നു, അയാൾ വെള്ളം കാത്തിട്ടിരുന്നിട്ട് വെള്ളം ഉള്ളിലേക്ക് എത്തുന്നു. അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളെ പേരെടുത്ത് ചുരുക്കത്തെ സഹോദരങ്ങൾ അയാളുടെ പേര് പറഞ്ഞു. പേര് പറയുമ്പോ ഇസ്കി ഹദീഖത്തെ ഫുലാൻ എന്ന് പറഞ്ഞ ആ ഫുലാനും ഇതും രണ്ടും ഒന്നാണ്. എന്റെ പേര് കേട്ട് അല്ലെ ഇങ്ങനെ അനൗൺസ് കേട്ട് മഴ വന്ന് വെള്ളം വന്നു, ഇങ്ങനെയാണ് ഒരു അത്ഭുതം. നിങ്ങൾ ആ പേരും നിങ്ങളെല്ലാം ഒന്നാണ്. അത് എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ആരോട് പറയരുത്, എന്റെ തോട്ടാണിത്. എന്റെ തോട്ടത്തിൽ കിട്ടുന്ന വരുമാനം, ഇൻകം ഒരു കൊല്ലം വരുമ്പോൾ അതിന്റെ വരായികകൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ ഇൻകം ഞാൻ 3 ഭാഗമാക്കും. 3 ഭാഗം. ഒരു ഭാഗം എന്റെ തോട്ടം നിലനിൽക്കണം, അതിനുള്ള ചെലവിനെടുക്കും. വേറെ ഒരു ഭാഗം എന്റെ കുടുംബത്തിന്റെ ചെലവിനെടുക്കുന്നു. മൂന്നാമത്തെ ഒരു ഭാഗം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഞാൻ വിതരണം ചെയ്യുന്നു. എന്റെ തോട്ടത്തിന്റെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം 1/3 ഭാഗം പാവപ്പെട്ടവന് വേണ്ടി വിതരണം ചെയ്യുമെന്ന ഒരൊറ്റ കാരണത്താൽ എന്റെ തോട്ടത്തിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊരു ചെലവ് എനിക്കില്ല. അതാത് സമയത്ത് മഴ വരുന്നു, വെള്ളം എത്തുന്നു, ഞാൻ നൽകിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ഉദാഹരണ സഹിതമുള്ളൊരു കഥ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അത് നമുക്കും പാഠമാകണം. സഹോദരൻ, ഞാൻ നീട്ടിപ്പോകുന്നില്ല. ഞാനിതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഇപ്പൊ വലിച്ചു പഠിക്കാനില്ല. നിങ്ങൾ തന്നാൽ എത്ര തന്നാലും വാങ്ങും. എത്ര തന്നിട്ട് ഈ കൈ കൊണ്ട് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, 70 ലക്ഷം റുപ്യ കടവും പേടി 1.4 കോടി റുപ്യന്റെ റിലീഫ് നടത്തി 3.5 കൊല്ലത്തിന്. 70 ലക്ഷം റുപ്യ സ്ഥലത്തിന്റെ കടം പേടി 1.4 കോടി രൂപന്റെ റിലീഫും നടത്തി. അതൊക്കെ ഈ കൈ കൊണ്ട് വാങ്ങിയിട്ടാണ്. അതുകൊണ്ട് എത്ര തന്നാലും ഞാൻ വാങ്ങും. അള്ളാഹു നമുക്കൊക്കെ നല്ലതിനെ സഹായിക്കാൻ തോപ്പിക്ക് നൽകുമാരാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങളെ കൊണ്ട് എങ്ങനെയെല്ലാം മനുഷ്യനെ പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കാനും വലുതാക്കാനും സഹായിക്കാനും സാധിക്കുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുക. പലരും സഹായിച്ചവരും വന്നവരും ദിക്റിൽ കൂടിയവരും സീഡിയിലൂടെ നെറ്റിലൂടെ ഇതൊക്കെ മനസ്സിലാക്കിയവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ സമയമായി, നാളെ ഡ്യൂട്ടിയിൽ പോകേണ്ടവരും. സഹോദരികളെ, അടുത്ത ദിക്റ് നമ്മൾ 3 മാസത്തിലൊരിക്കലും വെക്കാം. എല്ലാ മാസം ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാനും ബുദ്ധിമുട്ടാണ്. 3 മാസം ആകുമ്പോൾ എല്ലാ മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ജോലിന്റെ പ്രശ്നം വരും. അപ്പൊ 3 മാസത്തിലൊരിക്കൽ ആകുമ്പോൾ സഹോദരങ്ങൾ മാരേജിന് വേണ്ടി ഒരു ദിവസം ലീവാക്കിയാൽ വെച്ചല്ലേ അല്ലെ? 3 മാസത്തിലൊരു റജ. അത് തന്നെ ഞങ്ങൾ വെക്കുന്നത് ശനിയാഴ്ച രാത്രി വെച്ചാൽ പിറ്റേന്ന് ഞായറാഴ്ച കുറെ ആൾക്ക് ലീവുള്ള സമയമാണ്. ലീവ് ഇല്ലാത്ത ആർക്കെങ്കിലും ഒരു ദിവസം ഒരു ഉച്ചന്റെ ശേഷം ഒരു ലീവ് ആക്കിയാൽ അത് മനുഷ്യന് വേണ്ടി തന്നു. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ച ഒരു 3 മാസത്തിനൊരിക്കൽ അടുത്ത ദിക്ർ അൽക്കഫലാത്ത് ജനുവരി 14-ാം തീയതി തിങ്കള ശനിയാഴ്ച, ജനുവരി 16 ശനിവാർ. അത് ഏത് സ്ഥലമാണെന്ന് നമ്മളെ ശിവാജിനഗർത്താണെന്ന് കുറെ ആൾ പറയുന്നു. പിന്നെ എല്ലാം ഒരേ സ്ഥലത്തല്ല. പിന്നത്തെ 3 മാസം കഴിഞ്ഞ് എത്തിക്കില്ല. വേറെ ഇങ്ങനെ മാറി മാറി നമുക്ക് വെക്കാം. അടുത്തത് ശിവാജിനഗറിൽ വെച്ചാൽ പറ്റുമോ? ജനുവരി 17 പറ്റുമോ? എല്ലാവർക്കും എത്താനുള്ള സൗകര്യം ഉണ്ടാവും? ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ തീരുമാനമാണ് നമ്മൾ. അതെ ചോദിക്കുന്നു. പള്ളിയിൽ വേണ്ടേ? നമുക്ക് തരുന്ന പള്ളി ഉണ്ടെങ്കിൽ പള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലേ, ഏതോ മെജസ്റ്റിക്കാവോ അല്ല ശിവാജിനഗറോ അല്ലേ? അടുത്തത് ശിവാജിനഗർ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് മുതൽ നിങ്ങള് ഇന്ന് പോയി ശിവാജിനഗറിലേക്ക് വരില്ലല്ല. അതിന് മുമ്പ് തന്നെ നമ്മള് വീട് നിർത്ത ഓരോ എല്ലാ ഏരിയയും നമ്മൾ കമ്മിറ്റി മെമ്പർമാരെ എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പോയി അവിടേക്ക് ബ്രാഞ്ച് കമ്മിറ്റി എടുക്കണം. സജീവമായി സീഡിയൊക്കെ കൊണ്ടുപോയി പലർക്കും എത്തിച്ചു കൊടുക്കണം. പലർക്കും ഈ ആശയങ്ങൾ തൈലീം റിലീഫിൽ അധിഷ്ഠിതമായ മൽജയിന്റെ ആശയങ്ങൾ നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാവരെയും സജീവമായി രംഗത്തേക്ക് ഇറക്കി കൊണ്ടുവരണം. വളരെ പ്രധാനമായി ജനുവരി 14-ന്റെ ദിക്ർ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വളരെ വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂട്ടാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിലെ സഹോദരൻ സുന്നിവാണി എന്ന് പറയുന്ന പത്രം നേരത്തെ ഉസ്താദ് അയാൾ കയ്യിന്റെ പരമാവധി അയാളെന്നെ പറയുന്നത് ശരിയില്ല, ചീഫ് എഡിറ്ററാണ് ഇയാള്. ഞാനൊരു ഗൗരവ സമ്പാദകനുമാണ്. അതിന്റെ
എന്നെ ഗൗരവ സമ്പാദകനാക്കിയിട്ടുണ്ട്. ഞാൻ എഴുതാറൊന്നുമില്ല, എഴുതാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ പഠിച്ച 7ാം ക്ലാസ് കന്നഡാണെങ്കിലും കൂടുതലും നമ്മൾ കേരളത്തിന്റെ ഒരു ഗതിയായതുകൊണ്ട് മലയാളമാണ് കൂടുതൽ ഉപയോഗിച്ചത്. പോയത് കന്നഡെങ്കിലും കന്നഡം കൂടുതലും ഇപ്പൊ കിട്ടുന്നുമില്ല. അത് ഗൗരവ സമ്പാദകനാണ് ഞാൻ. ചീഫ് എഡിറ്ററാണ് ഇയാള് ശിഷ്യന്മാരായ 1-2 എഴുത്തുകാരാണ് അതിലുള്ളത്. ഒരു പരസ്യവും അതിനെ സ്വീകരിക്കാറില്ല. വെറും സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ മാത്രം വളരെ വിശദമായി സലഫികളുടെ, പ്രധാനമായി സലഫികളുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ, തബ്ലീഗിന്റെ, മറ്റുള്ള തീവ്രവാദികളുടെ എല്ലാ കള്ളത്തരങ്ങളും അടിവരയിട്ടുകൊണ്ട് പെരിച്ചായി മാന്തും പോലെ. പെരിച്ചായി മാന്തല് അത് നശിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ആ പേരടക്കം മാന്തല്, പേരടക്കം മാന്തി വളരെ വിശാലമായ രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന പത്രമാണ് സഹോദരങ്ങൾ സുന്നിവാണി. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വീട്ടിലൊരു സുന്നിവാണി വന്നാൽ ഏത് കള്ള സീഡിക്കും അവിടെ തലപൊന്തിക്കാൻ സാധ്യമല്ല. ഇന്ന് കല്യാണ സദസ്സുകളിലൂടെ സലഫി പെണ്ണുങ്ങളുടെ സലഫി മക്കന എന്ന് പറഞ്ഞിട്ടൊരു മക്കൻ ഇറങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ അതിന് പേര് സലഫി മക്കൻ. അത് ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞത് അത് സീഡി വെക്കാനുള്ള ഒരു വഴിയാണ്. ഇല്ലെങ്കിൽ മുട്ടുവരെ മക്കന വേണം. ഇസ്ലാം പറഞ്ഞത് ഏതായാലും ദീനത്ത് മറക്കുന്നവര് പൊക്കളോ അല്ലെങ്കിലും മക്കനോടൊക്കെ മറച്ചത് മുട്ടിന്റെ അടിവരെ മക്കന്, സലഫി മക്കനാണ് പേര്. അതിന്റെ ഉള്ളിൽ കള്ള സീഡികൾ വിതരണം ചെയ്യുന്നു. കല്യാണങ്ങളിലൊക്കെ വന്ന് നമ്മൾ പെണ്ണുങ്ങന്മാരൊക്കെ സജീവമായി മറ്റുള്ള സപ്ലൈ മറ്റുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പെണ്ണിനെ ചമയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് മൊഴിയാജി ഇട്ടുകൊണ്ടിരിക്കുമ്പോ ഈ സലഫി പെണ്ണുങ്ങന്മാരെ ഇറക്കിയിട്ട് വിങ്ങുകൾ നടത്തുന്ന സലഫി ദഅവകൾ, അതിന്റെ ആ സലഫി മക്കനുടെ ഉള്ളിൽ നടത്തി കൊടുക്കുന്ന കള്ള സീഡികളിലൂടെ സഹോദരങ്ങളെ ഖുർആൻ ക്ലാസും എന്തെല്ലാം കള്ള ക്ലാസുകൾ വെച്ച് നമ്മളെ ഉമ്മമാരെ, പണ്ട് കാലത്ത് മോനും സലഫി, ഖത്തറിൽ പോയതും സലഫി, റിയാദിന് പോയതും സലഫി, ഭാര്യ സുന്നി, ഉമ്മ സുന്നി, എല്ലാവരും സുന്നി. വഞ്ചത് വരിങ്ങനെ നടക്കുന്നില്ല. അപ്പൊ അവർ വിചാരിച്ചു ഇനി പെണ്ണുങ്ങൾ പറയുന്ന വാച്ചാക്കണം. അതിനെന്ത് വഴി? ഈ സലഫി മദ്യത്തിന്റെ ഉള്ളിലൂടെ കള്ളസീഡികൾ വിതരണം. എന്നിട്ട് ഉമ്മന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നു. എന്തെല്ലാം സാധാത്തുക്കളെയും ഉലമാക്കളെയും പറ്റി എന്തെല്ലാം പറഞ്ഞു കൊടുത്ത്. ഇപ്പൊ കൂടുതൽ വേഷത്തിമാരെ ഉമ്മമാരില്ലാത്തതല്ലേ. ഇവ ഈ യുവതികളിൽ നിന്ന് ഇങ്ങനെ വേഷത്തിലേക്ക് വന്ന ഉമ്മമാരാണ്. അപ്പൊ കുറച്ച് യുവതി സ്വഭാവം ഉണ്ടാവും, കുറച്ച് പ്രായ സ്വഭാവം ഉണ്ടാവും. അതല്ലേ ഈ കള്ളത്തീടി കേട്ടിട്ടുള്ള ഒരു പ്രതികരണം അല്ലേ? അപ്പൊ ഖത്തറിന്ന് വന്നവന് വിജയിച്ചു, സലഫി റിയാദെന്ന് വന്ന സലഫിക്കാരന് വിജയിച്ചു. ഈ ഉമ്മ സലഫിയാകലോടുകൂടി ഇപ്പൊ ആര് മൊഴി കഴിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ വിടൂല എന്ന് പറഞ്ഞിരുന്നു ഉമ്മമാർ. ഞാൻ വിടൂല, നീ തിന്നുന്നില്ലെങ്കിൽ പോടാ, നീ തിന്നണ്ട. അപ്പൊ ഉമ്മ മക്കളും മരിയക്കളെല്ലാം പോയിട്ട് ഹോട്ടലിൽ ചോദിച്ചിട്ട് വരും. ഉമ്മാമ മാത്രം നേതൃത്വം കൊടുത്തിട്ട് മൗലിദ് തോന്നുന്ന സ്വഭാവമായിരുന്നു. ഇന്നങ്ങനല്ല. ഇന്ന് ഉമ്മാമെന്ന് പറയുന്നു മൗലിദ് വേണ്ട, അത് മൈലാമാർ പൈസക്കാരുള്ളതാണ്. ഇത് കള്ളത്തീടിയിൽ നിന്ന് കേട്ടതാണ് ഈ ഉമ്മാമ. ഇതിനൊക്കെ തടയിടാൻ ഒരു സുന്നിവാണി വരി വീട്ടിലെത്തിയാൽ സഹോദരങ്ങളെ എല്ലാ കള്ളത്തരങ്ങളും പിടിച്ച് പെരിച്ചായി മാറ്റുന്നതിന്റെ വേരടക്കം പൂഞ്ചിയടക്കം പിടിച്ചെടുക്കാൻ സാധിക്കും. അത് അനുഭവമാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന നിങ്ങളെല്ലാവരും സുന്നിവാണിന്റെ വരിക്കാരാകണം. കൊല്ലത്തിന് 100 രൂപയാണ് അതിന്റെ വില. അത് വാങ്ങി നിങ്ങൾ എടുത്തു കൊടുക്കുക. അത് നിങ്ങളുടെ വീടുകളിലെ ജോലി സ്ഥലത്തോ എത്തും. എന്നാൽ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളുടെ ശല്യങ്ങളൊന്നും ഷറുകളൊന്നും യേശുവിന എന്ന സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് സഹോദരികൾ കുറച്ച് ഇസ്തിഗ്ഫാർ, കുറച്ച് തഹ്ലീൽ, കുറച്ച് സ്വലാത്ത് ചൊല്ലി നമുക്ക് ഈ ദിക്റും സ്വലാത്തും ഇവിടെ സ്ഥാപിച്ചതായി അറിയിച്ചുകൊണ്ട് നമ്മളെ മഹാന്മാരാകുന്ന ശൈഖുനാ താജുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാരായ നമ്മുടെ ഉപ്പാപ്പന്മാരുടെയും നമ്മുടെ ഉസ്താദുമാരുടെയും ആ പൊരുത്തത്തോടുകൂടി ബഹുമാനപ്പെട്ട പുസ്തോട് തങ്ങൾ നമ്മളെ ഉസ്താദവറുകളാണ്. പുസ്തോട് തങ്ങൾ ഉസ്താദവറുകളാണ് ഈ സ്ഥാപനത്തിന് മൈൽജയുടെ പേരിട്ടത്. ആദ്യമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ വന്ന് കുറ്റിയടിച്ച് നമുക്കതിനോട് പ്രവർത്തിക്കാനുള്ള വഴി തുറന്നു തന്നു. നമ്മുടെ ഉപ്പാപ്പന്മാരുടെ ഉസ്താദുമാരുടെ ഒക്കെ പൊരുത്തത്തോടുകൂടി മൈൽജയുടെ ദിക്റും സ്വലാത്തും ഇവിടെ ബാംഗ്ലൂരിൽ സ്ഥാപിച്ചതായി അറിയിക്കുന്നു. അടുത്ത ദിക്റുകൾക്ക് ജനുവരി 14-ക്കാണ്. സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇപ്പൊ തരണ്ട, എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇന്ന് മാത്രമല്ല, എവിടെയെല്ലാം ഇനി മൽജയുടെ ദിക്റും സ്വലാത്തും നടക്കും അവിടെ ഒന്നും ഒരാളോട് നിർബന്ധിച്ചൊരു നയാ പൈസ ചോദിക്കറില്ല, മൽജയും ചോദിക്കറില്ല. ചോദിക്കാതെ തന്നെയാണ് അവിടെയൊക്കെ ഇതിനു വേണ്ടി ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത്. എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദിക്ർ ദുആ കഴിഞ്ഞ് പോകുമ്പോൾ തന്നാൽ നല്ല മനസ്സോടുകൂടി ഞാൻ സ്വീകരിക്കും. എല്ലാ സദസ്സുകളിലും നിങ്ങൾക്ക് ദുആരക്കും. നിങ്ങൾ തരുന്ന സഹായിക്കുന്ന ഓരോ നാണയത്തുട്ടുകളിൽ നിന്ന് സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഡയാലിസിസിന് പോകുന്നു, ഒരു ഭാഗത്ത് കിഡ്നി മദർസന്റെ ശമ്പളത്തിന് പോകുന്നു, ഒരു ഭാഗത്ത് മദർസന്റെ വാഹനത്തിന്റെ വാടകൾക്ക് പോകുന്നു, ഒരു ഭാഗത്ത് 300-600 വീടുകളിലുള്ള പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് പോകുന്നു, ഒരു ഭാഗത്ത് മുത്തഅല്ലിമീങ്ങളുടെ ചെലവിന് പോകുന്നു, ഒരു ഭാഗത്ത് മൊബൈൽ ദഅവക്ക് പോകുന്നു, ഒരു ഭാഗത്ത് സഹോദരങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രവർത്തന മേഖലയ്ക്ക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇപ്പൊ 2 മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മൾ അവര് ഉമ്മമാർക്ക് 500 രൂപ കൊടുക്കുന്നു. മുത്തഅല്ലിമീങ്ങൾ കിട്ടാത്ത കാലഘട്ടമാണ്.